Hi friends, Anwar here. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളും നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. ഇന്ന് ഞങ്ങൾ പോകുന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ അബുദാബിയിൽ നിന്ന് ബിറ്റ്വീൻ അബുദാബി ആൻഡ് അലൈൻ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അൽഫയ പെട്രോൾ സ്റ്റേഷൻ കിട്ടും. അൽഫയ പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അബുദാബി എക്സിറ്റ് കിട്ടും. അബുദാബി എക്സിറ്റ് എടുത്തിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങും. ലെഫ്റ്റ് സൈഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നോർമൽ റോഡ് കാണാം. ആ റോഡ് എൻഡിലാണ് നമ്മൾ ടി ജംഗ്ഷനിൽ ലെഫ്റ്റ്. അപ്പോൾ ഇക്കുച്ച എന്താ വെച്ചാൽ ഈ ഡെസേർട്ട് ഡ്രൈവ് ആഗ്രഹമായി വരുന്ന യുവാക്കൾക്ക് ഡെസേർട്ടിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്ന് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ജോലിയും കൂടി പുള്ളി ആ ഉദ്യമം കൂടി പുള്ളി ഏറ്റെടുത്തിട്ട്. അപ്പോൾ ഏതാളോ എന്നാലും ആരും റെഫറി ആ ഇക്കുച്ചയുടെ പേരാണ് അബുദാബിയിൽ കേട്ടോ. അപ്പോൾ ഇക്കുച്ച നല്ല രീതിയിൽ അത് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഇക്കുച്ചയുടെ മറ്റൊരു പ്രത്യേകത നല്ലൊരു കുക്കാണ്. നല്ലൊരു കണ്ണൂർ സ്റ്റൈലിൽ ബിരിയാണിയൊക്കെ അടിപൊളിയായി ഉണ്ടാക്കും. എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അല്ലേ ഇക്കുച്ച? ബിഗിനേഴ്സിന് എന്ന് വെച്ചാൽ ഫസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ഒക്കെ ഫ്ലാറ്റ് ഡ്രൈവ് ചെയ്തിട്ട് പിന്നെ ഡ്യൂൺസിലേക്ക് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് എക്സ്പീരിയൻസ് ആയതിന് അത് മാത്രമല്ല ചെറിയ ചെറിയ ഡൂണിൽ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇറക്കാൻ നോക്കാം. പെട്ടെന്ന് ഇറക്കാൻ നോക്കാം. അപ്പോൾ ഇഞ്ചിൻ നല്ല താഴത്തിൽ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റക്ക് ആയിക്കാൻ നമുക്ക് പെട്ടെന്ന് ഇറക്കാൻ പറ്റും. അതേപോലെ സൈഡിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, അത് ഒരു ഭാഗ്യം പോലെ ആയിരിക്കും. ചിലപ്പോൾ സ്റ്റക്കായി നിന്നാൽ രക്ഷപ്പെട്ട് നല്ല എടുക്കാം. അത് അറിയണം അതിനെ കുറിച്ചിട്ട്. പിന്നെ അറിയില്ല. ആ ഒരു ആദ്യം തന്നെ ബിഗിനേഴ്സ് ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാതിരിക്കാം അല്ലേ? നമ്മൾ ആദ്യം ചെറിയ രീതിയിൽ ഡ്രൈവ് ചെയ്ത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതൊരു 15-20 ഡേയ്സ് എടുത്തിട്ടുണ്ട് പഠിക്കാൻ. അപ്പോൾ നമ്മളൊരു 15-20 വർഷം മുന്നൊക്കെ നമ്മൾ ഒരു 15-20 ഡേയ്സ് നമ്മൾ രാവിലെ ഇപ്പോൾ ഇക്കുച്ച ചെയ്യുന്ന ട്രിക്ക് എന്ന് വെച്ചാൽ ഏർലി മോർണിംഗിൽ പോകും. അപ്പോൾ സ്റ്റക്കൊക്കെ ആയി കഴിഞ്ഞാൽ അധികം വെയിലത്തൊന്നും വരാം. ഇപ്പോൾ ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കച്ച് റോഡ് നമ്മൾ തിരിച്ച് മെയിൻ റോഡിൽ കയറാൻ വരുമ്പോൾ നമ്മൾ സ്പീഡൊക്കെ ഒരു 20-25 സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ക്യാമൽ ഫാമുകളുണ്ട് ഈ ഏരിയയിൽ. അവിടെ നിന്നൊക്കെ ക്യാമൽ ഇങ്ങനെ പുറത്ത് ഫുഡിനൊക്കെ തേടി പോയിട്ട് അവർ തിരിച്ച് ക്യാമൽ ഫാമിൽ നിന്ന് പോകുന്ന വഴിയിൽ നമ്മൾ വരുന്ന കാണില്ല. മെയിൻ ഹൈവേയുടെ കാര്യമല്ല പറഞ്ഞത്, കച്ചിലുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അടിപൊളി സ്പീഡ് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആ കച്ചിൽ കൂടെ ഒക്കെ സ്പീഡായി ഡ്രൈവ് ചെയ്യാൻ അതൊന്നും ഒരു വളരെ തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ല. ക്യാമലിലൊക്കെ നമ്മൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ അവർ ലെഗിന് പോയിട്ടാണ് അത് നമ്മൾ അടിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് നേരെ ശരിക്കും നമ്മളെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ടയർ ഔട്ട് എങ്ങനെ ആക്കാം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കാട്ടി തരാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ടയറിൻ്റെ പ്രഷർ പോയി, ടയർ ഔട്ടായില്ല. അപ്പോൾ വീണ്ടും ടയർ ഫില്ല് ചെയ്ത് വീണ്ടും ഡ്രൈവ് ചെയ്ത് ഔട്ടാവുന്നുള്ളൂ. പക്ഷെ എന്ത് സംഭവിച്ചാൽ ടൈം ലൈറ്റായി, സൺസെറ്റിൻ്റെ ടൈമായി. അപ്പോൾ ഈ ഇന്നത്തെ ശ്രമം ഞങ്ങളിവിടെ ഉപേക്ഷിക്കണം. നാളെ നിങ്ങൾക്കത് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ. നോർമൽ ഡ്രൈവ് ചെയ്യാൻ 15 PSI ആണ് വെക്കാറ്. 15 PSI വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്തപ്പോൾ ടയർ ഔട്ട് ആയിട്ടില്ല. അത് നിങ്ങളെ കാണിച്ചു തരാൻ മാത്രം. അപ്പോൾ ഞങ്ങളിന്നൊരു 10 to 12 വെച്ചപ്പോൾ ഈസി ആയിട്ട് ടയർ ഔട്ടായി. ഇനി ഡ്രൈവ് ചെയ്യാൻ വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം, 15 PSI വെക്കാൻ പാടുള്ളൂ. ബിലോ 15 PSI വെക്കുമ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇനി ഈ ടയർ എങ്ങനെ റിക്കവർ ചെയ്യാം എന്നതിന്, ഇത് എങ്ങനെ പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാം എന്നതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാച്ച് ഇറ്റ്.
നമ്മളെ കാറ് ഡൂവിൻ്റെ സൈഡിൽ ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും റിക്കവർ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടി നേരെ ഫ്ലാറ്റ് ലെവലിലേക്ക് ഇടുക, വണ്ടി മൂവ് ചെയ്യുക. ഇക്ബാൽ യല്ല മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഫ്ലാറ്റ് ലെവലിലായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാം. ഒരിക്കലും ഇങ്ങനെ വണ്ടി ഇട്ടിട്ട് ഇടാൻ പാടില്ല. ഓക്കെ, ഒരു 10 വർഷം മുന്നേ ഞാൻ ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ എൻ്റെ ടയർ ബ്രോക്കണായി. അപ്പോൾ ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ നമ്മൾ ഊരിയെടുത്ത ടയർ ഇതിൻ്റെ അടിയിലേക്കാണ് നോർമൽ ഇടുക. എന്ന് വെച്ചാൽ വെച്ചിട്ട് ജാക്ക് ഇടുമ്പോൾ ജാക്കൊക്കെ വെച്ച് പൊക്കി ഇതിൻ്റെ അടിയിലേക്ക് ഇടാൻ മറന്ന കേസിൽ എൻ്റെ ജാക്കിൻ്റെ മേലിൽ നിന്ന് വണ്ടി തെറ്റി കംപ്ലീറ്റ് ഡൗൺ ആയി. എന്നിട്ട് അബുദാബിയിൽ നിന്നൊക്കെ റിക്കവറിയൊക്കെ വന്ന് ഒരു 2-3 മണിക്കൂർ ഞാൻ ഡെസേർട്ടിൽ സ്റ്റക്കായി. ഞാനിവിടുന്ന് 1 കിലോമീറ്റർ പുറത്തേക്ക് നടന്നു പോയി ക്യാമൽ ഫാമിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് മൊബൈലിൽ സിഗ്നൽ കിട്ടാതെ അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ടയർ ഔട്ട് എപ്പോഴും ജാക്ക് വെക്കുമ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു മരത്തിൻ്റെ വലിയൊരു പീസ് ഉണ്ടായി കഴിഞ്ഞാൽ താന്നു പോവില്ല. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിർബന്ധമാണ്. നമ്മളിത് റിക്കവർ ചെയ്യാൻ എന്തെല്ലാം എസെൻഷ്യൽ എക്യുപ്മെൻറ്റ് വേണമെന്ന് പരിചയപ്പെടുത്താം. ഷെവൽ വേണം, ജാക്ക് വേണം, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ജാക്ക് വേണം, ഒരു മരത്തിൻ്റെ വുഡിൻ്റെ പീസ് വേണം. ഇത് കുറച്ചുകൂടി വലുത് വേണം. ഇത് നമ്മളിത് ചെറുതുള്ളതെന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നടക്കും, പക്ഷേ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിതൊരു കംപ്രസർ വേണം. ഞങ്ങൾ പെട്ടെന്ന് റിക്കവർ ചെയ്യണമെന്ന് വെച്ചാൽ സണ്ണ് ഇങ്ങനെ താഴെ ആവുന്നുണ്ട്. ഞങ്ങൾ സൺസെറ്റ്, അടിപൊളി സൺസെറ്റ് കാണാനുള്ളതാണ്. ഓക്കെ, വാച്ച് ഇറ്റ്. അപ്പോൾ നമ്മൾ ജാക്ക് ടൈറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ മണലിൽ ടയർ മുട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഷേവൽ ഉപയോഗിച്ചിട്ട് കുറച്ച് മണ്ണ് മാറ്റി കഴിഞ്ഞാൽ വീല് ഫ്രീ ആവും. ഓക്കെ, ഇതല്ല. അപ്പോൾ മണ്ണ് മാറ്റുമ്പോൾ നമ്മൾ വുഡ് വെച്ചതിൻ്റെ താഴെ പോയിട്ട് മണ്ണ് എടുക്കാതിരിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി താഴെ പോവും, പിന്നെ വീണ്ടും 2ാം പണിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീല് ഫ്രീ ആവും, കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ. ഇത് വീല് ഒരുപാട് ഫ്രീ ആയിക്കാണ്. നിങ്ങൾ പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ റിമ്മ് ഈ ടയർ ക്ലിയർ ആയി കിട്ടും. ഓക്കെ, ആ വാൾവ് ഒന്ന് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രഷർ കയറും. ഒരു 4-5 മിനിറ്റ് ചെയ്താൽ മതി. ഓക്കെ, പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെറ്റായി. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം കൂടി വന്നു കഴിഞ്ഞാൽ ടയർ നോർമൽ ലെവലാവും. നിങ്ങൾ ഡ്രൈവൊക്കെ കഴിഞ്ഞ് അബുദാബിയിലോ നിങ്ങൾ സിറ്റിയിലെത്തി കഴിഞ്ഞാൽ നിങ്ങളവിടെ ഏത് സിറ്റിയിലെത്തിയത് ആദ്യം പോയി ടയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് റിച്ച് മണലാവും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് വെച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലൈൻമെൻറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുന്നത് ടയർ ക്ലീൻ ചെയ്യലാണ്. അത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഞങ്ങളൊരു വീഡിയോ കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നല്ല കാറ്റാണെന്ന്, ഞാൻ ടയർ ഔട്ടായി. അപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്ത് ആ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് അൻവേഴ്സ് ഈക്ക്.